ഒരുപാട് വലുതൊന്നുമല്ല, പക്ഷെ ഞങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ സമ്മാനം കൊടുക്കുക. കളഞ്ഞു കിട്ടിയ സ്വർണ്ണമാല ഉടമസ്ഥർക്ക് തിരികെ നൽകി സത്യസന്ധത തെളിയിച്ചിരിക്കുകയാണ് പുത്തൂരിലെ ഈ 3 യുവാക്കൾ. കഴിഞ്ഞ ദിവസം കൊല്ലം കൂനമ്പായിക്കുളം ദേവീക്ഷേത്രത്തിൽ പോയതിനു ശേഷം ഐവർകാലയ്ക്ക് പോകുന്ന വഴി പുത്തൂർ മണ്ഡപം ജംഗ്ഷനിൽ വെച്ച് തലവൂർ പാണ്ഡിത്തിട്ട ശിവവിലാസത്തിൽ ആദിത്യകൃഷ്ണന്റെ 7 ഗ്രാമോളം തൂക്കം വരുന്ന സ്വർണ്ണമാല നഷ്ടപ്പെട്ടിരുന്നു. പോളിടെക്നിക് 3ാം വർഷം വിദ്യാർത്ഥിയായ ഐവർകാല ഈസ്റ്റ് പൂമല വീട്ടിൽ ദേവനാരായണനും കൂട്ടുകാരായ ആറ്റുവാശ്ശേരി കല്ലുംപുറത്ത് വീട്ടിൽ വിഷ്ണു സന്തോഷിനും ആറ്റുവാശ്ശേരി കൊച്ചുവിള വീട്ടിൽ എബിൻ ജോയിക്കും ഇത് കളഞ്ഞു കിട്ടി. മറ്റൊന്നും നോക്കാതെ അപ്പോൾ തന്നെ അത് അവർ പുത്തൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. ഇന്നത് അവർ പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഉടമയ്ക്ക് കൈമാറി. കൊല്ലം കൂനമ്പായിക്കുളം അമ്പലത്തിൽ പോയിട്ട് വന്ന വഴിയായിരുന്നു. അന്നേരം ഏട്ടത്തിയുടെ വീട് ഇവിടെ ഐവർകാലയാണ്. അപ്പോൾ ഏട്ടത്തിയെ വീട്ടിലോട്ട് ആക്കാൻ വേണ്ടി പോകുന്ന വഴിക്ക് നമ്മൾ പുത്തൂർ ഇറങ്ങിയതായിരുന്നു. ഷോപ്പിംഗ് കടയിലൊക്കെ കയറാൻ വേണ്ടി പുത്തൂർ ജംഗ്ഷന് മണ്ഡപം ജംഗ്ഷനിൽ ഇറങ്ങി വണ്ടി ഒതുക്കിയിട്ട് ഇറങ്ങിയതായിരുന്നു. വണ്ടി ഒതുക്കിയിട്ട് ഇറങ്ങിയ വഴിക്ക് മിസ്സായതാണ് എപ്പോഴും. അപ്പം ഇവിടുന്ന് തിരിച്ച് പോയി വീട്ടിൽ ചെന്ന് വണ്ടിയൊക്കെ ഒതുക്കി വീട്ടിൽ ചെന്ന് ഡ്രസ്സ് മാറാൻ വേണ്ടി ഷർട്ട് വരുമ്പോഴാണ് ഇതില്ല എന്നുള്ള സംഭവം മനസ്സിലാവും. ഒരു 6 മണിയോളം ആവുന്നുണ്ട് അന്നേരം. അത് കഴിഞ്ഞ് അവിടുന്ന് നേരെ വണ്ടി പോയി മൊത്തം അരിച്ചു പിറക്കി, വണ്ടി പൊളിച്ച് മൊത്തം അരിച്ചു പിറക്കി, കിട്ടിയില്ല. അവിടുന്ന് പിന്നെ പുത്തൂർ മണ്ഡപം ജംഗ്ഷനിൽ തന്നെ വന്നു. കാരണം നമ്മൾ ഇറങ്ങിയ സ്ഥലം നമ്മൾ ഇറങ്ങിയല്ലോ. അന്നേരം പുത്തൂർ മണ്ഡപം ജംഗ്ഷനിൽ വന്നു. ഇവിടെ എല്ലാം തപ്പി കിട്ടിയില്ല. ഇവിടുന്ന് രാത്രി ഒരു 8 മണി 9 മണിയോളം ആയപ്പോഴത്തേക്ക് നമ്മൾ കൊല്ലത്ത് ചെന്നു. കൊല്ലം അമ്പലത്തിൽ പോയി കൂനമ്പായിക്കുളം അമ്പലം പരിസരം മൊത്തം അരിച്ചു പറക്കി. നമ്മൾ നിന്നടവും പോയടവും എല്ലാം അരിച്ചു പറക്കി. പക്ഷേ കിട്ടിയില്ല. പിന്നെ കൂനമ്പായിക്കുളം അമ്പലത്തിൽ വിളിച്ചതുപോലെ പറഞ്ഞിട്ടുണ്ട് മിസ്സായിട്ടുണ്ട്, അവിടെ വെച്ച് കിട്ടുവാണെങ്കിൽ തിരിച്ച് ഏൽപ്പിക്കണം. കാരണം നമുക്ക് അത്രയും വിലയോടൊപ്പുള്ളൊരു സാധനമാണ്. അങ്ങനെ കിട്ടുമെന്ന് ഒട്ടും പ്രതീക്ഷ ഒരു സാധനമല്ല. പക്ഷേ ദൈവഭാഗ്യം കൊണ്ട് എന്തോ നല്ല 3 പിള്ളേരെ തന്നെ കിട്ടി. നമുക്കത് തിരിച്ച് കിട്ടുന്നൊരവസ്ഥയിലേക്ക് നല്ല കണ്ടീഷൻ അല്ല എങ്കിൽ പോലും പൂർണ്ണമായിട്ടും തിരിച്ച് കിട്ടുന്നൊരവസ്ഥയിൽ തന്നെ എത്തി. അപ്പോൾ അവരോട് ഒരുപാട് നന്ദിയുണ്ട്. കാരണം പറഞ്ഞല്ലോ, അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ വാങ്ങിച്ചിട്ടിപ്പോൾ ഒരു 1.5 മാസമേ ആവുന്നുള്ളൂ. തിരിച്ച് കിട്ടുമ്പം അവരോട് അത്രയും നന്ദിയുണ്ട്. കാരണം തീർത്താ നന്ദിയുണ്ട് അവരോട്. അതിന് അത്രയും വാല്യുള്ള സാധനം വേറെ പിള്ളേരുടെ കയ്യിലാണെങ്കിലും വേറെ രീതിയിലേക്ക് പോകുന്ന പിള്ളേരാണെങ്കിൽ ചിലപ്പോൾ ഇത്രയും കാശുള്ള സാധനം വിറ്റ് അവരുടെ പോക്കറ്റിലാക്കാനേ ചിലപ്പോൾ നോക്കത്തുള്ളൂ. അങ്ങനത്തെ അവസ്ഥയിൽ ഇവർക്ക് തിരിച്ചു തരാൻ തോന്നിയത് അത്രയും നല്ല മനസ്സുള്ള പിള്ളേരായതുകൊണ്ട്. കാരണം ഇന്നുള്ള തലമുറയിൽ ഇത്രയും നല്ല പിള്ളേരുണ്ടെന്ന് അറിയുന്നത് നമുക്ക് സന്തോഷമാണ്. നമ്മുടെ ജൻസിയിൽ തന്നെ ഇത്രയും നല്ലൊരു പിള്ളേരുണ്ടെന്ന് അറിയുമ്പം നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇത് ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് വന്ന് ഇവിടെ മണ്ഡപത്തിലിരിക്കുന്ന സമയത്ത് ഞങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടത്. നേരെ സംശയം തോന്നി എടുത്ത് ഈ സ്വർണ്ണമാണെന്ന് സംശയം തോന്നിയപ്പോൾ നേരെ ഞങ്ങൾ 3 പേരോടെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിരിക്കുകയും നേരെ ഞാനും ഇവിടുത്തെ സാറോടെ ഒരു സ്വർണ്ണക്കടയിൽ പോയി അത് ഉറപ്പുവരുത്തിയിട്ടാണ് പോകുന്നത്. പിന്നെ ഇന്നലെ വൈകിട്ടാണ് പറയുന്നത് പിന്നെ ഉടമസ്ഥനെ കിട്ടി, ഇതേപോലെ ഇന്ന് കൈമാറ്റം നടത്തുന്നുണ്ട്, നിങ്ങളും വരണമെന്ന് പറഞ്ഞ് വിളിച്ചു. അങ്ങനെ വന്നു. എന്ത് ചെയ്യുന്നു? ഞാനിപ്പം പോളിടെക്നിക് വിദ്യാർത്ഥിയാണ്. കൂട്ടുകാരുടെ പേര്? ഇത് വിഷ്ണു. 3 പേരും ക്ലാസ്മേറ്റ്സ് ആണോ? അല്ല കൂട്ടുകാരാ. സ്ഥലം എവിടെ? ഇവർ ആറ്റുവാശ്ശേരി, ഇവർ 2 പേരും ആറ്റുവാശ്ശേരി, ഞാൻ ഐവർകാല.